പ്രവാസികളുടെ പ്രത്യേകിച്ച് ഗൾഫ് രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്ന ലക്ഷക്കണക്കിന് ഇന്ത്യക്കാരുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട രേഖ തന്നെയാണ് പാസ്പോർട്ട്. എന്നാൽ അപ്രതീക്ഷിതമായി ഈ അത്യാവശ്യ രേഖയുടെ നിരക്കുകളിൽ വലിയൊരു കുതിച്ചുചാട്ടം ഉണ്ടായാലോ? വിദേശകാര്യ മന്ത്രാലയം പ്രഖ്യാപിച്ചിരിക്കുന്ന പുതിയ പാസ്പോർട്ട് നിരക്കുകൾ പ്രവാസ ലോകത്ത് വലിയ അമ്പരപ്പാണ് ഇപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്നത്. ജൂലൈ 1 മുതൽ പ്രാബല്യത്തിൽ വരുന്ന ഈ മാറ്റം സാധാരണക്കാരായ പ്രവാസികളുടെ കീശ ചോർത്തുമോ? ഇന്ത്യയിലെ കുത്തനെ ഉയർന്ന നിരക്ക് വർധനവ് ഗൾഫിലെ എംബസികളിലും പ്രതിഫലിക്കാൻ പോകുന്നതോടുകൂടി സൗദിയിലും UAE-യിലുമുള്ള പ്രവാസികൾ വലിയ സാമ്പത്തിക ബാധ്യതയാണ് അഭിമുഖീകരിക്കാൻ പോകുന്നത്. ഫീസ് വർധനവിന് പുറമെ UAE-യിൽ കോൺസുലർ സേവനദാതാക്കൾ മാറുന്നതുൾപ്പെടെയുള്ള ഭരണപരമായ നടപടികളും നടപ്പിലാകുന്നു. എന്തൊക്കെയാണ് പ്രവാസികളെ കാത്തിരിക്കുന്ന ഈ പുതിയ മാറ്റങ്ങൾ? ഈ വലിയ പരിഷ്കാരങ്ങൾ സാധാരണക്കാരായ ഗൾഫ് മലയാളികളെ എങ്ങനെ ബാധിക്കുമെന്ന് നമുക്കൊന്ന് പെട്ടെന്ന് നോക്കി വരാം. രാജ്യാന്തര തലത്തിൽ ഇന്ത്യൻ പാസ്പോർട്ട് നിരക്കുകൾ കുത്തനെ വർദ്ധിപ്പിച്ചത് ഗൾഫ് പ്രവാസികൾക്ക് വലിയ സാമ്പത്തിക ബാധ്യതയാകും. വിദേശകാര്യ മന്ത്രാലയം പാസ്പോർട്ട് ഭേദഗതി ചട്ടങ്ങൾ 2026 വഴി വിജ്ഞാപനം ചെയ്ത പുതുക്കിയ നിരക്കുകൾ ജൂലൈ 1 മുതൽ പ്രാബല്യത്തിൽ വരും. ഇന്ത്യയിൽ സാധാരണ വിഭാഗത്തിൽ 36 പേജുള്ള പാസ്പോർട്ടിന് നിരക്ക് 1500 രൂപയിൽ നിന്ന് 2500 രൂപയായും തത്കാൽ നിരക്ക് 3500 നിന്ന് 5000 രൂപയായും ഉയർത്തി. 60 പേജുള്ള ജംബോ പാസ്പോർട്ടിന് സാധാരണ വിഭാഗത്തിൽ 3500 രൂപയും തത്കാലിന് 6000 രൂപയുമാണ്. 60 പേജുള്ള ജംബോ പാസ്പോർട്ടിന് സാധാരണ വിഭാഗത്തിൽ 3500 രൂപയും തത്കാലിന് 6000 രൂപയുമാണ് പുതിയ നിരക്ക്. പാസ്പോർട്ട് നഷ്ടപ്പെടുകയോ കേടുപാടുകൾ സംഭവിക്കുകയോ ചെയ്താൽ ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുന്നതിനാണ് ഏറ്റവും വലിയ നിരക്ക് വർധനവ് വന്നിരിക്കുന്നത്. 36 പേജിന് സാധാരണ വിഭാഗത്തിൽ 5000 രൂപയും തത്കാലിന് 7500 രൂപയുമാണ് പുതിയ നിരക്ക്. സൗദിയിൽ വരാൻ സാധ്യതയുള്ള നിരക്കുകൾ സൗദിയിലെ ഇന്ത്യൻ എംബസിയോ ജിദ്ദ കോൺസുലേറ്റോ ഔദ്യോഗിക റിയാൽ നിരക്കുകൾ ഇതുവരെ പ്രസിദ്ധീകരിച്ചിട്ടില്ലെങ്കിലും വിജ്ഞാപനത്തിന് ശേഷം വരാൻ സാധ്യതയുള്ള ഏകദേശ കണക്കുകൾ ഒന്ന് പറയാം. 36 പേജ് സാധാരണ പാസ്പോർട്ടിന് നിലവിലെ ഫീസ് 277 സൗദി റിയാലിൽ നിന്ന് ഏകദേശം 462 സൗദി റിയാലായും തത്കാലിന് 829 റിയാലിൽ നിന്ന് ഏകദേശം 1106 റിയാലായും വർദ്ധിക്കും. 60 പേജ് സാധാരണ പാസ്പോർട്ടിന് നിലവിലെ ഫീസ് 369 റിയാലിൽ നിന്ന് ഏകദേശം 646 റിയാലാകും. പ്രായപൂർത്തിയാകാത്തവർക്കുള്ള സാധാരണ പാസ്പോർട്ടിന് നിലവിലെ 185 റിയാലിൽ നിന്ന് ഏകദേശം 323 റിയാലായി ഉയർന്നേക്കും. നഷ്ടപ്പെട്ടതോ കേടുപാടുകൾ സംഭവിച്ചതോ ആയ പാസ്പോർട്ടിന്, അതായത് 36 പേജുള്ളതിന് നിലവിലെ 553 റിയാലിൽ നിന്ന് ഏകദേശം 923 റിയാലായും പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റിന് PCCക്ക് നിലവിലെ 93 റിയാലിൽ നിന്ന് ഏകദേശം 138 റിയാലായും ഉയർന്നേക്കും. അതേസമയം 8 വയസ്സ് വരെയുള്ള കുട്ടികൾക്കും 60 വയസ്സിന് മുകളിലുള്ള മുതിർന്ന പൗരന്മാർക്കും പുതിയ പാസ്പോർട്ടിന് അപേക്ഷിക്കുമ്പോൾ 10% ഇളവ് അനുവദിക്കുന്നുണ്ടെങ്കിലും പാസ്പോർട്ട് പുതുക്കുന്നവർക്ക് ഈ ഇളവ് ബാധകമായിരിക്കില്ല. നമുക്കിനി UAE-യിലെ പാസ്പോർട്ട് മാറ്റത്തിന്റെ കാര്യത്തിലേക്ക് വരാം. 35 ലക്ഷത്തിലേറെ ഇന്ത്യൻ പ്രവാസികൾ താമസിക്കുന്ന UAE-യിലെ ഇന്ത്യൻ മിഷനുകളിലും പുതിയ നിരക്കുകൾ ഔദ്യോഗികമായി വരും ദിവസങ്ങളിൽ പ്രഖ്യാപിക്കും. നിലവിൽ UAE-യിൽ സാധാരണ പാസ്പോർട്ടിന് വെൽഫെയർ ഫണ്ടും സർവീസ് ചാർജും ഉൾപ്പെടെ 302.50 ദിർഹമാണ്. കോൺസുലാർ സേവനങ്ങളിൽ വലിയൊരു ഭരണപരമായ മാറ്റവും ജൂലൈ 1 മുതൽ നടപ്പിലാവുകയാണ്. സേവനദാതാക്കൾ മാറുന്നതിന്റെ ഭാഗമായി ഈ മാസം 30 വരെ UAE-യിൽ സാധാരണ പാസ്പോർട്ട് അപ്പോയിന്റ്മെന്റുകൾ ലഭ്യമാകില്ല. എന്നാൽ അടിയന്തര സാഹചര്യത്തിലുള്ളവർക്ക് അബുദാബിയിലെ ഇന്ത്യൻ എംബസി വഴിയോ ദുബായിലെ കോൺസുലേറ്റ് വഴിയോ നേരിട്ട് സേവനങ്ങൾ ലഭിക്കും. ഇതിനായി ടോൾ ഫ്രീ നമ്പറിലോ വാട്സ്ആപ്പ് നമ്പറിലോ ഒക്കെ ബന്ധപ്പെടാവുന്നതാണ്. ജൂലൈ 1 മുതൽ നിലവിൽ വരുന്ന പുതിയ പാസ്പോർട്ട് നിയമങ്ങളും നിരക്കുകളും ഗൾഫ് പ്രവാസികൾക്ക് വലിയൊരു സാമ്പത്തിക ഭാരം തന്നെയാണ് നൽകുന്നത്. പാസ്പോർട്ട് പുതിയതായി എടുക്കുന്നതിനും നഷ്ടപ്പെട്ടാൽ ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുന്നതിനും ഒക്കെ ഇനി മുതൽ വലിയ തുക തന്നെ മാറ്റിവെക്കേണ്ടി വരും. സൗദിയിലും UAE-യിലും എല്ലാം പുതിയ ഫീസ് ഘടന പ്രവാസികൾക്ക് വലിയൊരു ഭാരമായി തന്നെ മാറുന്നതാണ്. എന്തായാലും പാസ്പോർട്ടിൽ വന്നിരിക്കുന്ന മാറ്റങ്ങളും നിരക്ക് വർധനവിലെ കാര്യങ്ങളും എല്ലാം കൃത്യമായി പ്രവാസികൾ മനസ്സിലാക്കി വെക്കുക. പാസ്പോർട്ട് പ്രവാസികളുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട രേഖ തന്നെയാണ്. അതില്ലാത്ത പ്രവാസത്തെക്കുറിച്ച് ചിന്തിക്കാനേ സാധിക്കില്ല.